ഇന്ത്യ സന്ദർശന വേളയിലേക്ക് കടക്കും മുമ്പ് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസക്സിയാനുമായി ഇന്ത്യ പുതിയ ഒരു കരാറിലേക്ക് പോവുകയാണ്. അതീവ ശ്രദ്ധയോടെയാണ് ലോകരാജ്യങ്ങൾ അത് വീക്ഷിക്കുന്നത്. പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്ന് ഒരു സമവായത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, ഊർജ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു സ്വയം പര്യാപ്തത കൈവരിച്ച രണ്ട് രാജ്യങ്ങളാണ് ഇറാനും റഷ്യയും. എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന രീതിയിലേക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ രീതികൾ, സ്വഭാവ രീതികൾ. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ എക്സ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അമേരിക്ക അനധികൃതമായി കൈകടത്തൽ നടത്തുന്നുണ്ട്. സ്വാഭാവികമായും ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്. ഇറാനും റഷ്യയും അമേരിക്കയ്ക്കെതിരെ ഒരേപോലെ വെല്ലുവിളിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. അവരെ ഇന്ത്യ ഒപ്പം നിർത്തിയേ മതിയാവുകയുള്ളൂ എന്ന് കൃത്യമായി നരേന്ദ്രമോദിക്ക് അറിയാം. മോദി ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം ഇസ്രായേലിന് കൈ കൊടുക്കുന്നതാണ്. ഇസ്രായേലിൻ്റെ ഒരു രീതിയിലുള്ള വെപ്പൺസും ഇമ്പോർട്ട് ചെയ്യില്ല എന്ന് നരേന്ദ്രമോദി വ്യക്തമായി ഒരു മറുപടി പറഞ്ഞാൽ, അത്യാധുനിക സംവിധാനങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിൽ മാത്രമല്ല ഉള്ളത്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇസ്രായേൽ അവിടെ മുതലെടുപ്പ് നടത്തുകയാണ്. ഇസ്രായേൽ അമേരിക്കയുടെ വെറുമൊരു വേട്ടപ്പട്ടി മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അതിനേക്കാൾ ഒരു ഒബീഡിയൻ്റ് ഡോഗ് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇസ്രായേലിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. കഴുപ്പണം കെട്ട ഒരു രാജ്യം, തെമ്മാടികളുടെ രാജ്യം. ഇവരെ പാഠം പഠിപ്പിക്കാൻ കൃത്യമായി ലോകത്ത് പല രാജ്യങ്ങളും മുറവിളി കൂട്ടുന്നുണ്ട്. കാരണം അത്രയധികം പിതൃശൂന്യപരമായ നടപടികളാണ് ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അയാളെ മര്യാദ പഠിപ്പിക്കേണ്ട സാഹചര്യം അടുത്തു വന്നിരിക്കുകയാണ്. ഇറാനും റഷ്യയും ഇന്ത്യക്ക് കൊടുത്തിട്ടുള്ള എനർജി സപ്ലൈ അത് റിച്ചും അബണ്ടൻറ്റുമാണ്. വളരെ വില കുറച്ച് വൻതോതിൽ ആണവോർജ സപ്ലൈ ഉൾപ്പെടെ പല കാര്യങ്ങളിലും ഈ രണ്ട് രാജ്യങ്ങളും എടുത്തിട്ടുള്ളൊരു എഫോർട്ടുണ്ട്. അത് കണ്ടില്ല എന്ന് അടിക്കരുത്. അമേരിക്കയുടെ 7th ഫ്ലീറ്റിനെ നിഷ്പ്രഭമാക്കാൻ റഷ്യ നടത്തിയ ഇടപെടലും ഇന്ത്യ മറന്നു പോകരുത് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം മറന്നു പോകരുത്. ഇവിടെ BJP അല്ലായിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ സ്വാഭാവികമായും വലിയ തോതിൽ റഷ്യയും ഇറാനും ഇന്ത്യയോടൊപ്പം ഒരു പടി കൂടി സൗഹൃദം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയനെ. ഇവിടെ കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഒരു കാരണവശാലും തെമ്മാടികളായ ജൂതരാജ്യത്തെ അംഗീകരിക്കാൻ തയ്യാറല്ലാതെ അവരെ നികൃഷ്ടജീവികളെ പോലെ, ക്ഷുദ്രജീവികളെ പോലെ അടിച്ചിറക്കിയനെ. അത്രയും തെമ്മാടികളാണ് ഇസ്രായേലുകാർ.